തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി മാറുകയാണ്. നമ്മൾ കാണുന്നത് AKG സെൻറ്ററിൻ്റെ പുതിയ AKG സെൻറ്ററിൻ്റെ ദൃശ്യങ്ങളാണ്. ഇവിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രൻ 2019 കാലത്ത്, അതായത് ഈ പോറ്റി വന്ന് വിലസി ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി തൂക്കി വിറ്റ് സ്വർണം പൂശി അകത്തു കൊണ്ടുവന്ന പ്രക്രിയയൊക്കെ രാസപ്രക്രിയയൊക്കെ നടന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്നുകൂടി ഓർക്കണം. അതിശക്തനായ ദേവസ്വം മന്ത്രിയായി അവിടുത്തെ പല കാര്യങ്ങളിലും ശക്തമായി ഇടപെട്ടിരുന്ന ഒരു മന്ത്രി കൂടിയായിരുന്നു അന്ന് കടകംപള്ളി. അന്നത്തെ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാർ, നേരത്തെ അരുൺ പറഞ്ഞ പോലെ പത്തനംതിട്ടയിലെ വളരെ പ്രധാനപ്പെട്ട CPMൻ്റെ നേതാവാണ്. പാർട്ടിയുമായി ഇപ്പോൾ അത്ര സുഖത്തിലല്ല ഇപ്പോൾ എങ്കിൽ പോലും പലപ്പോഴും പത്തനംതിട്ടയിലെ CPMൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട വിശ്വാസിയായ ഒരു നേതാവ്. ആ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അവിടെ ദേവസ്വം വിജിലൻസ്, അതായത് പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള വിജിലൻസ് സംവിധാനം പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് പത്മകുമാറിനെയാണ്. അവിടെ പത്മകുമാറിൻ്റെ പ്രതികരണം രാവിലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അത് പത്മകുമാർ പറഞ്ഞത് തന്നെ ബലിയാടാക്കിക്കൊണ്ട് മറ്റു ചിലരെ രക്ഷിക്കാൻ, അത് തന്നെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം നടത്തിയാൽ അത് കൃത്യമായി തന്നെ അതിനുള്ള മറുപടി ഉണ്ടാകും. തന്നെ ബലിയാടാക്കാനുള്ള ശ്രമമുണ്ടായാൽ വളരെ പ്രധാനപ്പെട്ട മറുപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചതും ശ്രീ പത്മകുമാറാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് കാത്തിരുന്ന് കാണണം എന്താകും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അരുണ്, ദേവസ്വം മുഖ്യമന്ത്രി ഇപ്പോഴും AKG സെൻറ്ററിൽ തുടരുകയാണ് അല്ലേ? മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമുണ്ട്. മറ്റാരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ? സ്വാഭാവികമായും CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ അവിടെ ഉണ്ടാകുമല്ലോ. പാർട്ടിക്ക് തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് കൂടി സ്വീകരിക്കേണ്ടി വരുമല്ലോ, വളരെ കൃത്യമായി തന്നെ. തീർച്ചയായിട്ടും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ AKG സെന്ററിലുണ്ട്. അദ്ദേഹവും ഇന്നലെ രാത്രിയോടുകൂടി AKG സെന്ററിൽ എത്തിയിരുന്നു. അവിടേക്കാണ് ഈ മുഖ്യമന്ത്രി എത്തുകയും അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എത്തിയിരിക്കുകയും ചെയ്തതാണ് ഏറ്റവും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി കയറിപ്പോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിനു മുമ്പ് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ എത്തിയിരുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവിടെ എത്തിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. സ്വാഭാവികമായും തിരുവനന്തപുരത്തുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും അവിടെ ഉണ്ടാകാം. അത് ആരൊക്കെയെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. എല്ലാ ദിവസവും CPMന്റെ അവൈലബിൾ സെക്രട്ടറി യോഗം ചേരാറുള്ളതാണ്. അത് ഏതാണ്ട് ഈ സമയമാണ്. ഒരുപക്ഷെ അവൈലബിൾ സെക്രട്ടറി യോഗം ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ ആ യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വരുമ്പോഴാണ് അതിന് കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ടാകുന്നത്. മുൻ ദേവസ്വം മന്ത്രി എത്തുമ്പോഴാണ് അതിന് കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ടാകുന്നത്. AKG സെന്റർ ദൈനംദിനം വന്നു പോകാൻ ഉള്ള സെക്രട്ടേറിയറ്റ് ചുമതലയുള്ള ആളല്ല അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറി അംഗവുമല്ല, സംസ്ഥാന സമിതി അംഗം മാത്രമാണ്. ആ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ AKG സെന്ററിൽ എത്തുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി എത്തുന്നു. MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ AKG സെന്ററിലുണ്ട്. അതാണ് ഈ സാഹചര്യത്തിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായി മാറുന്നത്. ഒരുപക്ഷെ അവൈലബിൾ സെക്രട്ടറി ചേർന്നേക്കാം. അതിലേക്ക് കടകംപള്ളി വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ കടകംപള്ളി അതിനുശേഷം നേതാക്കളെ കാണാൻ എത്തിയതോ ആകാം. ഏതായാലും വളരെ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ കൂടിയാലോചനകൾ AKG സെന്റർ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മന്ത്രി വാസവൻ, ഇപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ കോട്ടയത്താണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപക്ഷെ വൈകാതെ വന്നേക്കും. ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ അന്നത്തെ ദേവസ്വം ഭരണസമിതി നേരിടുകയാണ്. VN വാസവൻ പല വാർത്താ സമ്മേളനങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞത് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല. വീഴ്ച വന്നത് 2019 ആദ്യം തന്നെ അത്തരമൊരു മുൻകൂർ ജാമ്യം VN വാസവൻ എടുത്തിരുന്നു. അത് അന്നത്തെ ഭരണസമിതിക്കാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വാചകമായിരുന്നു. ഭരണസമിതിക്ക് എന്ന് പറയുമ്പോൾ അന്ന് ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത് പത്മകുമാറാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന പത്മകുമാറാണ്. ആ പത്മകുമാറിന്റെ ഭരണസമിതിക്ക് വീഴ്ചയുണ്ട് എന്ന് നേരത്തെ തന്നെ VN വാസവൻ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാറ്റി പറഞ്ഞത് അത്തരം തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല. ഭരണസമിതിക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൽ വീഴ്ചയുണ്ടെന്ന് തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല എന്ന് കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഏതായാലും പത്മകുമാറൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരുപക്ഷെ അവസാനത്തെ ഒരു വഴി കൂടി അതായിരിക്കും. പത്മകുമാർ പാർട്ടിക്ക് നേരത്തെ പറഞ്ഞാൽ അത്ര അഭിമതനല്ല. ഇപ്പോൾ സ്വാഭാവികമായും പത്മകുമാറിനെ ചാരിക്കൊണ്ട് ഈ വിഷയം ആ തരത്തിൽ പത്മകുമാറിൻ്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു അന്വേഷണം പ്രതി ആയിക്കൊണ്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പക്ഷേ പത്മകുമാർ കൂടുതൽ വെളിപ്പെടുത്തലൊക്കെ നടത്തിയേക്കാം. കാത്തിരുന്ന് കാണണം. ഇന്ന് രാവിലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയും പ്രതിപട്ടികയിൽ എത്തിയെന്ന വിവരം പുറത്തു വന്നത്. പത്മകുമാർ പ്രസിഡന്റും രാഘവൻ, ശങ്കർദാസ് എന്നിവർ അംഗങ്ങളുമായിരുന്ന ഭരണസമിതിയാണ് പ്രതി ചേർത്തത്. ഇതോടെ ഉദ്യോഗസ്ഥർക്ക് പുറമെ അന്വേഷണം ഉന്നതരിലേക്കും കടക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. 2 FIRകൾ, സ്വർണ്ണക്കൊള്ളയിൽ 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡാൻ കുര്യൻ, ശരിയാണ് ഡാന്, നേരത്തെ അരുൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് വെച്ചാൽ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ നേരത്തെ തന്നെ ഇത്തരമൊരു അജണ്ട നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ ദേവസ്വം മന്ത്രി, ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞത് അത്തരത്തിൽ ഒരു കുറ്റപ്പെടുത്തലാണ്. ആ 2019 ദേവസ്വം ബോർഡാണ് ഉത്തരവാദിത്വം.
ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കിതിനെക്കുറിച്ച് ധാരണയില്ല, ഇതൊക്കെ സംഭവിച്ചത് 2019 എനിക്കെങ്ങനെ ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്ന് വീണ്ടും വീണ്ടും പറയുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോഴത്തേത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ആയിരിക്കും? ദേവസ്വം വിജിലൻസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിന്നിരുന്നുവെന്നും അങ്ങനെയാണ് ഈ 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് എവിടെയാണ് കൊടുത്തതെന്നോ എന്തിനാണ് കൊടുത്തതെന്നോ അതിപ്പോൾ എവിടെയാണെന്നോ ഉള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നും കണ്ടെത്തിയത്. പക്ഷേ അന്വേഷണം ദേവസ്വം വിജിലൻസിന്റെ കീഴിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അതിന്റെ മാനം മറ്റ് തലങ്ങളിലേക്ക് കൂടി കടക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ആ എഫ്ഐആറിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ 10 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിലുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായിരുന്നു. അവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ എഫ്ഐആറിലാണ് 2019 ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി കൂടി ആരോപണ വിധേയരാകുന്നത്. പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ കൃത്യമായി അവിടെ പത്മകുമാറിന്റെയോ രാഘവന്റെയോ ശങ്കർദാസിന്റെയോ ഒന്നും പേരുകൾ എടുത്തു പറയുന്നില്ല. ഭരണസമിതി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദ്വാരപാലക ശില്പം അതുമായി ബന്ധപ്പെട്ട ഈ ചെമ്പ് സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോകുന്നതും പിന്നീട് സ്വർണം കാണാതാകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ദേവസ്വം ഭരണസമിതിക്ക് ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കും. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഈ 2019 ഭരണസമിതിക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ബോധപൂർവ്വം സംഭവിച്ച വീഴ്ചയാണോ അതോ ഒരു ജാഗ്രത കുറവാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അന്വേഷണം ആ ദിശയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരു കാര്യം ഉറപ്പാണ്, ഈ വീഴ്ച ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ദേവസ്വം മന്ത്രിയും അതോടൊപ്പം തന്നെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തന്റെ ഭരണസമയത്ത് തന്റെ ഭരണകാലയളവിൽ അത്തരത്തിൽ സുതാര്യതയില്ലാത്ത ഒരു ഇടപാടുകളും നടന്നിട്ടില്ല, അതിന് മുമ്പുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് താനല്ല എന്ന PS പ്രശാന്ത് ആവർത്തിച്ച് പറഞ്ഞത് ഇതിനു മുമ്പ് അത്തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് 2019 മുതലുള്ള കാലഘട്ടത്തിൽ എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ അന്വേഷണത്തിന് ഇഡിയും എന്നുള്ളതാണ്. പ്രാഥമിക വിവരശേഖരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തി അല്ലെങ്കിൽ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇഡിയും ഇപ്പോൾ അന്വേഷിക്കുന്നു ഈ വിഷയം എന്നുള്ളതാണ്. ഇഡി പോലീസിന്റെ കേസ് അല്ലെങ്കിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇഡി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഇഡി കൂടി എത്തുകയാണ്. നേരത്തെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പ്രതിപക്ഷം CBIയുടെ അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. ഹിന്ദു സംഘടനകളും ഈ വിഷയത്തിൽ കേന്ദ്ര സംഘടനകൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഇഡി കൂടി എത്തുമ്പോൾ ഗൗരവ സ്വഭാവം വല്ലാതെ വർദ്ധിക്കുകയാണ് ഈ കേസിന്റെ.